ഇന്ന് മെയ് 12 ചൊവ്വാഴ്ച. ഞാൻ എന്തിനാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. എന്തിനാണ് ഡോക്യുമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന്. ബട്ട് ജസ്റ്റ് ഡൂയിങ് ഇറ്റ്. ശരിക്കും ലൈഫിലിപ്പോ ആകെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ജോലി. ഓഫ് കോഴ്സ് രാവിലെ 8:30 തുടങ്ങി 6 മണി വരെ ജോലി. പക്ഷെ രാവിലെ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് ഓടാൻ പോകും. അതാണ് ഉള്ള ഒരു 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 എന്റർടൈൻമെന്റ്. ഒരു 4 മാസത്തെ ഗ്യാപ്പൊക്കെ എടുത്ത് ഓടുന്നതുകൊണ്ട് ഓടാൻ അത്ര ഈസി ഒന്നല്ല. ബട്ട് സ്റ്റാർട്ട് ചെയ്തു അറ്റ്ലീസ്റ്റ് 2 ദിവസം. സാധാരണ ഈ ഒരു ഫയർ ഒരു 4-5 ദിവസം കഴിയുമ്പോൾ പോവാണ് ചെയ്യാറ്. ഒരു 4-5 ദിവസമൊക്കെ ഓടും, അല്ലെങ്കിൽ ജിമ്മിൽ ജോയിൻ ചെയ്യും, പോകും. പക്ഷെ ആ ഒരു കൺസിസ്റ്റൻസി ഒരിക്കലും കിട്ടാറില്ല. പിന്നെ ജോലിയും, പിന്നെ അത് കഴിഞ്ഞാൽ ആകെയുള്ളൊരു എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞാൽ വായിക്കുക എന്നുള്ളതാ. നേരത്തെയൊക്കെ ചറപറ കാണുന്ന ബുക്കുകളൊക്കെ എടുത്ത് വായിക്കുമായിരുന്നു. പക്ഷെ കഴിഞ്ഞ 5-6 മാസമായിട്ട് എനിക്ക് മനസ്സിലായി, വായിക്കാൻ ഏറ്റവും നല്ലത് നമുക്ക് ഇഷ്ടമുള്ളൊരു ഫീൽഡിലോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു ടോപ്പിക്കിനെ പറ്റിയുള്ള ബുക്സ് ആണ്. അല്ലാതെ ആരെങ്കിലും നല്ല ബുക്സ് ആണെന്ന് പറയുന്നതോ അതോ ചുമ്മാ ഗൂഗിളിൽ തപ്പിയിട്ട് നല്ല ബുക്സ് കണ്ടുപിടിക്കുന്നതിനേക്കാൾ നല്ലത് ഇതായിരിക്കും. ഞാനിപ്പോൾ വായിക്കാറുള്ളത് മൊത്തം ഈ കൺസർവേഷൻ അല്ലെങ്കിൽ വെറ്റിനറി അതായിട്ട് ബന്ധപ്പെട്ട ബുക്കുകൾ മാത്രമേ വായിക്കാറുള്ളൂ. അതുകൊണ്ട് നമുക്ക് മടുക്കൂല. കണ്ടിന്യൂസ് ആയിട്ട് വായിക്കാനുള്ളൊരു മൂഡുണ്ട്. സോ അതല്ലാതെ ഒന്നുമില്ല. എനിവേ, ഞാൻ ജസ്റ്റ് ഇത് ഡോക്യുമെന്റ് ചെയ്യാണ്. എന്തിനാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. സോ എൻ്റെ ഇമ്മീഡിയറ്റ് നെക്സ്റ്റ് ഗോൾ ഇത് എഗെയിൻ ആരും കാണാൻ വേണ്ടിയിട്ടല്ല. മേ ബി എനിക്ക് തന്നെ തിരിച്ചു വന്ന് എപ്പോഴെങ്കിലും കാണാം എന്ന് വിചാരിച്ചിട്ടായിരിക്കും. സോ എൻ്റെ അടുത്ത ഇമ്മീഡിയറ്റ് ഗോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റൂം, ഒരു 1 BHK അറ്റ്ലീസ്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. വന്നിടയ്ക്ക് ഭയങ്കര ഉഷാറായിരുന്നു, ആദ്യത്തെ ഒരു മാസമൊക്കെ അന്വേഷിച്ച് നടക്കാനൊക്കെ. പക്ഷെ പിന്നെ എനിക്ക് മതിയായി. വണ്ടിയും കൊണ്ടുവന്നിട്ടില്ല, അതുകൊണ്ട് റാപ്പിഡോയ്ക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ വേണം പോകാൻ. പക്ഷെ ഈ ഒരു ശനി ഞായറും കൊണ്ട് ഒരു റൂം എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാം. ഇന്ന് ഓൾറെഡി ചൊവ്വാഴ്ചയായി. വീട്ടിൽ 3 മാസമായിട്ട് പോയില്ല. ഒരു മൂഡില്ല പോവാൻ. നാട്ടിലാണെങ്കിൽ ഫുൾ പാമ്പിന്റെ ശല്യം, അതുകൊണ്ടല്ല പോവാത്തെ. സോ ഒരു റൂം കണ്ടുപിടിച്ചിട്ട് വേണം ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് വച്ചിട്ട് വേണം ജിമ്മിൽ ജോയിൻ ചെയ്യാൻ. കാരണം ഇപ്പൊ ജിമ്മിൽ ജോയിൻ ചെയ്താൽ എവിടെയാണ് ഞാനൊരു റൂം കണ്ടുപിടിക്കാൻ പോകുന്നത് എനിക്ക് തന്നെ അറിയില്ല. സോ ഈ ഒരാഴ്ച ഞാൻ എനിക്ക് തന്നെ ഒരു എന്താ പറയാ, ഒരു അൾട്ടിമേറ്റം കൊടുത്തേക്കുവാണ്. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം ഒരു റൂം കണ്ടുപിടിച്ചിട്ട് അന്ന് തന്നെ കയറാൻ പറ്റില്ലല്ലോ. അതാണ് ഞാൻ ആലോചിക്കണേ. ശനിയാഴ്ച ഞായറാഴ്ച മാത്രമേ സമയമുള്ളൂ. ബാക്കിയുള്ള ദിവസം ജോലിയുണ്ട്. ജോലി കഴിഞ്ഞിട്ട് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ മടി. സോ ഇത് ജെയിംസ് എലിയറ്റിന്റെ ഓൾ ക്രിയേച്ചേഴ്സ് ഗ്രേറ്റ് ആൻഡ് സ്മോൾ എന്ന് പറഞ്ഞ ബുക്കാണ്. 2019 എനിക്കൊരു ഇയർ സർജറി ഉണ്ടായിരുന്നു. ആ സർജറി കഴിഞ്ഞിരുന്നപ്പോൾ എവിടെന്നോ, എനിക്ക് എങ്ങനെയാണെന്നുള്ള അറിയില്ല, വീട്ടിൽ നിന്ന് എവിടെന്നോ ഒരു ബുക്ക് കിട്ടി. ആ ബുക്ക് ജെയിംസ് എലിയറ്റിന്റെ ഓൾ തിങ്സ് ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ ബുക്കായിരുന്നു. അന്ന് എങ്ങനെയൊക്കെയോ തപ്പിപ്പിടിച്ച് ഞാൻ ഫുൾ ആ ബുക്ക് വായിച്ചായിരുന്നു. അപ്പോൾ ഈ പുള്ളി UK യോർക്ക്ഷയർ ഡെയിൽസ് എന്ന് പറഞ്ഞ അവിടുത്തെ ഒരു വെറ്റിനറി ഡോക്ടറായിരുന്നു. 1930s 40s ആയിരിക്കും, അതോ 50s. സോ ആ ബുക്ക് അന്ന് വായിച്ചതിൻ്റെ ഒരു വാം എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. ഞാനിപ്പോൾ കഴിഞ്ഞൊരു 6 മാസമായിട്ട് പുള്ളിയുടെ ഇതിപ്പോൾ 3ാമത്തെ ബുക്കാണ് വായിക്കണേ. ഈ ഓൾ തിങ്സ് ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ ആ ഒരു സീരീസിൽ തന്നെ ഒരു ബുക്കാണ് ഓൾ ക്രിയേച്ചേഴ്സ് ഗ്രേറ്റ് ആൻഡ് സ്മോൾ. അവിടുത്തെ പട്ടികളെയും പൂച്ചകളെയും പശുക്കളെയും ആടുകളെയൊക്കെ പുള്ളി ചികിത്സിക്കുന്നതും അവരുടെ പ്രസവം എടുക്കുന്നതും ഒക്കെ ഇത് 30s 40s കാര്യമാണ്. സയൻസ് ഒന്നും അത്രയ്ക്ക് അഡ്വാൻസ്ഡ് അല്ല. സോ ഇന്നും ഈ ഈ പുള്ളിയുടെ ഈ ബുക്കുകൾ വായിക്കുമ്പോൾ ഒരു പ്രത്യേക വാമത്താണ് ഉള്ളില്.
സോ ഇതൊക്കെയാണ് ലൈഫിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഓൾറെഡി 2026 വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ 22 വയസ്സുള്ളപ്പോഴാണ് ആദ്യം ബാംഗ്ലൂർ വന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഏത് വർഷമായിരുന്നു, കോളേജിൽ. പക്ഷെ അന്ന് നമ്മൾ വിചാരിച്ചതൊന്നല്ല ലൈഫിൽ പിന്നെ നടന്നത്. എനിക്കൊന്ന് പലരും മിക്കവരും ഇങ്ങനെ ഇതെല്ലാം ഉള്ളിലൊതുക്കി ജീവിച്ചു പോവാണെന്ന്. സോ ഐ എം ഡോക്യുമെന്റിങ് ദിസ് ബിക്കോസ് ഐ വാണ്ട് ടു ചേഞ്ച്. ഐ വാണ്ട് ടു ലുക്ക് ബാക്ക് ലേറ്റർ.